സ്വന്തമായി ഒരു വീടെന്നത് ഏവരുടെയും സ്വപ്നമാണ്. അടൂർ ഏഴുകുളം ഗ്രാമപഞ്ചായത്തിൽ 102 കുടുംബങ്ങളുടെ സ്വപ്നമാണ് ലൈഫ് പദ്ധതി വഴി പൂവണിഞ്ഞത്. പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ ഇപ്പോൾ നമ്മൾ 5 ലക്ഷം വീടുകളാണ് ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ സാമ്പത്തിക വർഷം മാർച്ച് മാസം അവസാനിക്കുമ്പോൾ 5 ലക്ഷം വീടുകളാണ്. ഇനിയും എത്ര പേരുണ്ടോ അത്രയും പേർക്ക് വീടുകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് കേട്ടല്ലോ. വളരെ മനോഹരമായ വീടുകൾ സംസ്ഥാന സർക്കാർ ലൈഫ് മുഖേന പണിതു നൽകിയതാണ്. ഏഴംകുളം പഞ്ചായത്തിൽ 102 വീടുകളാണ് ലൈഫ് മുഖേന പണിതിരിക്കുന്നത്. ഈ പറയുന്നതൊക്കെ ശരിയാണെന്ന് പരിശോധിച്ചാലോ? ലൈഫിലെ വീട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? നമ്മൾ ഒരു വീട്ടിൽ വന്നിരിക്കുവാണ്. അമ്മേ നമസ്കാരം. നമസ്കാരം. അമ്മയുടെ പേരെന്താ? ലീലാമണി. ലീലാമണി അമ്മയുടെ ലൈഫ് വഴി പണിത വീടാണ്. അമ്മ വീടൊന്ന് ഞങ്ങളെ കാണിക്കാവോ? വീട് കാണണ്ടേ? ഇത് ലൈഫിൻ്റെ വീടാണ്. എനിക്കൊരു വീടില്ലായിരുന്നു. ലൈഫിൻ്റെ വീട് കിട്ടി. 4 ലക്ഷം രൂപയും തന്നു. വീട് പണിഞ്ഞു. ഇതേണ്ട ഇത് എനിക്ക് വലിയ ഹാൾ മുറിയ, അടുക്കളയാതെ, ബെഡ്റൂമാതെ, ഇത് ബാത്റൂമാ. എനിക്ക് വളരെ വളരെ ഉപകാരമാണ് ഈ വീട് കിട്ടിയതിന്. അകത്ത് മുറിയൊക്കെ ഒന്ന് കാണിക്കാവോ? കാണിക്കാം. താണ്ടി ഇത് കിടക്ക മുറിയ. നല്ല മനോഹരമായ ഒരു വീടാണ് ലൈഫിൻ്റെ. കണ്ടോ, നല്ല ഭംഗിയുള്ള അല്ലേ? സന്തോഷമായി. എൻ്റെ മോൻ സുഖമില്ലാത്തവനായിരുന്നു. എനിക്ക് വീട് തന്ന വളരെ വളരെ ഉപകാരമാണ്. മോനെ പരിചയപ്പെടുത്താവോ? മോനെ ഇത് വിനോദ്. അവനും എൻ്റെ മൂത്ത മോനെ ഇത്. സന്തോഷമുണ്ടോ? പറയടാ. സന്തോഷം. ഇവര് എല്ലാരും സന്തോഷം. അമ്മയുടെ അടുക്കളയോടെ ഒന്ന് കണ്ടിട്ട് നമുക്ക്. ഇവിടെ എന്നും അടുപ്പ് തീ കത്തിക്കണം. വേണ്ട ഇവിടെ തീ കത്തിക്കണം. ഇതാണ് അമ്മയുടെ ഗ്രഹം. ഇനി ഇവിടാണ്. അവിടോട്ട് ഇനി പോകരുത്. ഇവിടെ വേണം ചോറ് വെച്ച്. ഈ അടുക്കള ചോറ് വെച്ച് നമുക്ക് കഴിക്കാൻ വരണം കേട്ടോ. പ്രസിഡന്റ് വലിയ സന്തോഷത്താന്ന് അമ്മയോട് ഭയങ്കര ഉപദേശമൊക്കെ ആയിരുന്നല്ലോ. നല്ല സന്തോഷത്തിലാണ്. നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷം നമുക്ക് 102 വീട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോടെ ചേരുകയാണ്. ചേട്ടാ, എത്ര വീടുകളാണ് ഏഴംകുളത്ത് പണി പൂർത്തിയാക്കി? നമ്മളിപ്പം 102 വീടുകൾ ഇന്ന് വരെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമുക്ക് മൊത്തം 342 വീടാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. അതിൽ 102 വീടുകളുടെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ ചടങ്ങാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമുക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് തീർച്ചയായും മുഴുവൻ വീടുകളും പൂർത്തീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം. ലീലാമണി അമ്മയെപ്പോലെ 102 കുടുംബങ്ങളുടെ പുഞ്ചിരിയാണ് ഇന്ന് വിടർന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.